ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് മേലാണ് പ്രശാന്ത് സാർ ട്രംപ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തോ ഇന്ത്യയോട് വളരെ വൈരാഗ്യമുള്ള ഒരു നീക്കമെന്ന് കാണുന്ന കേൾക്കുന്ന ആർക്കും തോന്നാവുന്ന ട്രംപിന്റെ ഈ നീക്കം എന്താണ്? ഈ നീക്കത്തിന് പിന്നിൽ ഇന്ത്യക്ക് മേൽ ട്രംപിനെ ചൊടിപ്പിച്ച മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആ ഇന്ത്യക്ക് മേൽ ട്രംപിനെ ചൊടിപ്പിച്ച മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ അതിനകത്ത് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ പൊളിച്ചു കാണിച്ചതാണ് സിന്ദൂർ ഓപ്പറേഷൻ. അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത്, ഈ കഴിഞ്ഞ ദിവസം ആർമി ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് വെളിവിട്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം, അതായത് 1954 മുതൽ 1971 വരെ പാകിസ്ഥാന് കൊടുത്തിരിക്കുന്ന ആയുധത്തിന്റെ കണക്ക് ഏതാണ്ട് $2 ബില്യൺ ആയുധം കൊടുത്തു. അപ്പം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നു സിന്ദൂറിന് അല്ലെങ്കിൽ പഹൽഗാമിന് ശേഷം സിന്ദൂറിന്റെ തിരിച്ചടി ഈ സമയത്തും എല്ലാം ഞങ്ങൾ ഇടപെടത്തില്ല, അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾക്കകത്ത് ഇടപെടുന്ന ഒരു അവസ്ഥയില്ല, പാകിസ്ഥാൻ ചെയ്തത് തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ തിരിച്ചടി, അല്ലെങ്കിൽ ഇന്ത്യ ഇത്തരത്തിൽ പാകിസ്ഥാനെ തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാനിലേക്കുള്ള തിരിച്ചടിയിൽ ഈ പറയുന്ന ഇത്രയും പരാജയം പാകിസ്ഥാന് വരുമെന്നും യുദ്ധം 4 ദിവസം കൊണ്ട് നിർത്തേണ്ടി വരുമെന്നും ഒക്കെയുള്ള ഒരു കണക്കുകൂട്ടൽ ഈ പറയുന്ന അമേരിക്കയ്ക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, അതിനകത്ത് നമ്മുടെ ശത്രുവായിട്ട് നിൽക്കുന്നതും പരസ്യമായിട്ട് ശത്രുവായിട്ട് നിൽക്കുന്നതും രഹസ്യമായിട്ട് ഒരു പക്ഷേ ഇന്ത്യ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്തിനകത്ത് ഏർപ്പെട്ടോ ഒക്കെ ഇന്ത്യയുടെ വളർച്ച മുരടിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അതിന് തടസ്സം വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, സിന്ദൂർ ഓപ്പറേഷനകത്ത് ഈ പറയുന്ന 54 തൊട്ട് 71 യുദ്ധത്തിനകത്ത് കപ്പൽപ്പടയെ തിരിച്ചോടിച്ച റഷ്യയാണല്ലോ. അപ്പൊ അന്ന് കപ്പൽപ്പട വന്നപ്പോൾ, റഷ്യൻ കപ്പൽപ്പട തിരിച്ചു വന്നപ്പോഴാണല്ലോ തിരിച്ചു പോയത്. ഒരുപക്ഷെ അന്ന് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തെ അമേരിക്ക ആക്രമിച്ചേക്കാം, ഒരുപക്ഷെ തീരപ്രദേശങ്ങൾ അമേരിക്ക കൈയടക്കിയേക്കാം. ഈ പറയുന്ന പോലെ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന കടൽ, അത് അറിയാലോ, ഇന്ത്യൻ ഓഷ്യൻ വളരെ കൂടുതലായിട്ടുണ്ട്, അതിനകത്തൊരു സാമീപ്യം ഉണ്ടാക്കിയേക്കാം. തീരദേശത്ത് ഈ പറയുന്ന റെയർ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ അന്ന് നമ്മൾ വിചാരിക്കുകയാണ്, അന്നത്തെ ആ പ്രതീക്ഷ അവർക്ക് നശിച്ചു. അതിനുശേഷവും അതിനു മുമ്പും ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തിനകത്ത് അവർ തന്ന ആയുധത്തിനകത്ത് കില്ലർ സ്വിച്ച് ഫിറ്റ് ചെയ്ത് ഉൾപ്പെടെയുള്ള കാര്യം പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന സിന്ദൂറിനകത്ത് ഇതിന് ശേഷം ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഇപ്പൊ തീരുവ നോക്കുമ്പോൾ ഏതാണ്ട് 19% വരുമ്പോൾ ഇതിനുള്ള കാരണം ഒരുപക്ഷെ അവര് തമ്മിലുള്ള ഒരു അവിശുദ്ധ ബന്ധം, അത് ഇപ്പം ട്രംപ് എന്ന് പറയുന്ന പൊട്ടനായതുകൊണ്ട് അത് പരസ്യമായിട്ട് വെളി വന്നു എന്ന് മാത്രമേ. കാരണം നമ്മൾ പരിശോധിക്കുമ്പം ഇത് നേരത്തെ ഉണ്ടായിരുന്നു, ഇത് നമ്മുടെ ഭരണാധികാരികൾ മനസ്സിലാക്കിയത് കൊണ്ട്, അതുപോലെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ നരേന്ദ്രമോദിയുടെ കൂട്ടുള്ള ഭരണാധികാരി വന്നപ്പോൾ തിരിച്ചടിച്ചു. അവരാദ്യം പറഞ്ഞു തിരിച്ചടി തുടങ്ങുമെന്ന്, പഹൽഗാമിന് ശേഷം യുദ്ധം ചെയ്യും അല്ലെങ്കിൽ തിരിച്ചടിക്കുമെന്ന് പറയുന്ന സമയത്തെല്ലാം ആണവായുധം ഇന്ത്യയിലിടുമെന്ന് അവിടുത്തെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ ആണവായുധം എവിടുന്ന് ഇന്ത്യയിൽ ഇടാൻ പറ്റുമായിരുന്നു? ആണവായുധം ഇടാൻ പറ്റുന്ന ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന വ്യോമത്താവളത്തെ, നമ്മൾ തകർത്ത അമേരിക്കയുടെ കസ്റ്റഡിയിൽ ഇരുന്നിരുന്നു എന്ന് പിന്നെ വെളിയിൽ വന്ന വ്യോമത്താവളത്തിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ആ വ്യോമത്താവളം കയ്യിൽ വെച്ചിരുന്നത് അമേരിക്കയാണ്. അമേരിക്ക പരസ്യമായിട്ട് സമ്മതിച്ചായിരുന്നു. ഈ പറയുന്ന ബംഗ്ലാദേശിനെ ആക്രമിക്കാൻ വേണ്ടി അവിടെ അന്ന് അനുവദിച്ച ഫ്ലൈറ്റുകൾ ഒന്നും തിരിച്ചു പോയിട്ടില്ല. അന്ന് ഹോൾഡ് ചെയ്ത പട്ടാളം അവിടെ ഉണ്ട്. ആ വ്യോമത്താവളം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയാണ്. നമ്മുടെ അറ്റാക്കിൽ കൂടി വ്യോമത്താവളം പൂർണ്ണമായിട്ട് തകർന്നു. ഏതാണ്ട് 10 കൊല്ലത്തിന് ശേഷം വിചാരിച്ചാൽ മാത്രമേ അത് പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ പറ്റൂ. അമേരിക്കൻ പട്ടാളക്കാർക്ക് കുഴപ്പം കിട്ടി. അന്നേയാണല്ലോ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു വന്നത്. യുദ്ധം നിർത്താൻ പാകിസ്ഥാനിൽ നിന്ന് വിളിച്ചത് അമേരിക്കയുടെ ഈ പറയുന്നത് കിരാന ഹിൽസിൽ അടിച്ചപ്പോൾ അമേരിക്കയുടെ ഈ പറയുന്ന വിമാനങ്ങൾ അവിടെ പറന്നെങ്കിൽ, അതിനുശേഷം കിരാന ഹിൽസിൽ ഉണ്ടായ ചോർച്ച നിർത്തുന്നതിന് വേണ്ടി ഈജിപ്ത് വിമാനങ്ങൾ അവിടെ. ഇതൊക്കെ ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. എന്താണ് കിരാന ഹിൽസിൽ എന്താ സംഭവിച്ചത്? അപ്പം സിന്ദൂർ ഓപ്പറേഷനകത്ത് കിരാന ഹിൽസ് ഒരുപക്ഷെ ഈ പറയുന്ന ശീതയുദ്ധ കാലം തൊട്ട് ഇങ്ങോട്ട് ഈ പറയുന്ന ചൈന അണുവായുധം കണ്ടെത്തിയ അന്ന് തൊട്ട് അണുവായുധം ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു പാകിസ്ഥാനിൽ. ആർക്ക് വേണ്ടി? ആരെ ലക്ഷ്യം വെച്ച്? ഒന്ന് ചൈനയെ അന്ന് ലക്ഷ്യം വെച്ചു, ഇന്ത്യയെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് വന്ന ഒരു കുഴപ്പം, ആ സിന്ദൂരിനകത്ത് വന്ന ഒരു അടി, ആ അടിയാണ് ഒരു പക്ഷേ ഇത്രയും വലിയ വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇന്ത്യ പെരുമാറുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ ഈ ട്രംപിനെ തോന്നിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മളുടെ നീക്കം, ബ്രിക്സിലൂടെയുള്ള നീക്കം,
ബ്രിക്സിലുള്ള ഒരു നീക്കം നാറ്റോ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ട്രംപിനും വന്നേക്കുന്ന ഒരു ക്ഷീണം. അതിനുശേഷം കഴിഞ്ഞ ദിവസം ബ്രസീൽ പറഞ്ഞത് നമ്മൾക്ക് ഈ ഡോളർ എന്ന് പറയുന്ന സംവിധാനം ഉപേക്ഷിക്കാം. എന്തിന് ക്രയോക്രയം നടത്തുന്നു? നമ്മൾക്ക് വേറെ അല്ലെങ്കിൽ ബ്രിക്സിന്റെ കെയർ ഓഫിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയം നടത്തിയാൽ പോരെ, നമ്മുടെ നാണയത്തിൽ ക്രയവിക്രയം നടത്തിയാൽ പോരെ. ഈ ഒരു പറച്ചിൽ ബ്രിക്സ് ഉണ്ടായ ആദ്യം കാലത്ത് അല്ലെങ്കിൽ ബ്രിക്സിന് പ്രത്യേക കൂടിയുന്ന രാജ്യങ്ങൾക്ക് പ്രത്യേക കറൻസി ഉണ്ടാവണമെന്നും അതിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ അതിന്റെ രൂപരേഖ പുടിൻ കൊണ്ടുവന്നും അത്തരത്തിലൊരു കറൻസി അന്ന് കാണിച്ചതും. പക്ഷെ അതിനുശേഷം അത് മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് ശക്തി പകരാനും സാധിക്കുന്ന ഒരു ഇടപെടിയിൽ അതിനകത്തുണ്ടായിരുന്നില്ല. പക്ഷെ നരേന്ദ്രമോദി വന്നപ്പോൾ ഇടപെടിയിൽ വലുതായി. ബ്രിക്സ് ഇപ്പം നാറ്റോ രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് വന്നില്ലേ? സൗത്ത് ആഫ്രിക്ക വന്നില്ലേ? ഈ പറയുന്ന അമേരിക്കയ്ക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾ മൊത്തമായില്ലേ? GCC രാജ്യങ്ങളും സൗദി അറേബ്യയും കൂടാൻ തീരുമാനിക്കുന്നില്ലേ? അപ്പൊ നാറ്റോയ്ക്ക് വലിയൊരു സംഭവം, ബ്രിക്സിനെ ഞാൻ തീർക്കും എന്ന് പറയുന്ന കാര്യം ഇതാ. ഡോളർ കയ്യിൽ നിന്ന് പോയാൽ ലോക വ്യാപാരം ഡോളറിലാണോ നടക്കുന്നത്? പിന്നെ അമേരിക്ക എന്താ എങ്ങനെ രാജാവായിട്ട് നിൽക്കും? അപ്പം ഇതിന്റെ എല്ലാം കാരണക്കാരൻ ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയെ തീർക്കുക എന്നുള്ള ലക്ഷ്യം റഷ്യയെ തീർക്കാൻ നോക്കുന്നത് കാലങ്ങളായിട്ടുണ്ട്. റഷ്യ തീരുന്നില്ല. ഒരുപക്ഷെ ഈ പറയുന്ന യുക്രൈൻ യുദ്ധം അതിനുവേണ്ടിയായിരുന്നു. യുക്രൈനകത്ത് അമേരിക്കയുടെ അധിനിവേശം, റെയർ മെറ്റീരിയൽസ് ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് സാധിച്ചു. അതിന്റെ കൂടെ റഷ്യയുടെ ഈ സാമ്പത്തിക വളർച്ചയെ തടയുന്നതിന് വേണ്ടി നിന്നു. അന്ന് ഈ പറയുന്ന നമ്മൾ സഹായിച്ചു, പരസ്യമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുക. എല്ലാ രീതിയിലുള്ള ബന്ധം കൂടുതൽ ഓരോ ദിവസവും ഈ പറയുന്ന ബാനും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തീരുവയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോവലും ഒരുപക്ഷെ ജയശങ്കറും ഒക്കെ അവിടെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം വൈരാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വൈരാഗ്യമൊക്കെ തന്നെ വീണ്ടും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നതാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. അതിനകത്ത് പാകിസ്ഥാന്റെ സപ്പോർട്ട് ഉണ്ട്. അത് കാശ്മീരിലും ഈ പറയുന്ന ചിക്കൻ നെക്കിലും ആയിരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു. അതിന് ബംഗ്ലാദേശിനെ ഉപയോഗിക്കുമെന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞത് വന്നത് സിന്ധൂറിന് ശേഷം അതിന് മുമ്പേ വളരെ കാലമായിട്ട് ഒരുപക്ഷെ 54 അല്ലെങ്കിൽ അതിന് മുമ്പേ ഒക്കെ തന്നെ നമ്മൾക്കെതിരെ നീങ്ങുന്നതിനും നമ്മളെ ലക്ഷ്യം വെച്ചും ഈ പറയുന്ന പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരുന്ന, യുദ്ധത്തിലെല്ലാം സഹായിച്ചുകൊണ്ടിരുന്ന, പരസ്യമായിട്ട് 1971 സഹായിക്കാൻ വന്നപ്പോൾ അന്നും റഷ്യ തിരിഞ്ഞു നിന്നതുപോലെ ഈ പറയുന്ന എന്നും നമ്മളുടെ ശത്രുവിനെ സഹായിക്കുന്ന രാജ്യം തന്നെയായിരുന്നു അമേരിക്ക. ഇത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. സിന്ധൂരിലൂടെ വെളിച്ചത്ത് കൊണ്ടുവന്നു ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് മൈ ഫ്രണ്ട് കെട്ടിപ്പിടിയൊക്കെ നടന്നപ്പോഴും ഈ അഭിനയമൊക്കെ മനസ്സിലായിരുന്നു. എന്താണ് പാകിസ്ഥാനല്ല, എന്താണ് അമേരിക്ക എന്ന് മനസ്സിലായിരുന്നു. ശത്രുവാ പാകിസ്ഥാൻ, ശത്രുവാ ചൈന, ശത്രുവാണ് തുർക്കി, ശത്രുവാണ് അസർബൈജാൻ. അത് പരസ്യമായിട്ടുണ്ടായിരുന്നു. രഹസ്യമായിട്ട് ഇതില്ല ഈ നിന്നിരുന്ന അമേരിക്ക അതിപ്പോ വെളിവന്നു കഴിഞ്ഞപ്പം ഈ പറയുന്ന ഇയാള് പൊട്ടനാണല്ലോ. പൊട്ടനായപ്പോ ഈ പൊട്ടന്മാർക്ക് ഒരു കുഴപ്പമുണ്ട്, സൈലന്റ് ആവാൻ പറ്റത്തില്ല. നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട്, എന്ത് വന്നാലും ചലിക്കത്തില്ല. വർത്തമാനം പറയേണ്ട സമയത്ത് മാത്രം വർത്തമാനം പറയും. കഴിഞ്ഞ ദിവസം ഞാൻ ട്രോള് കണ്ടു. പുടിനും സൈക്കോയാ, ഈ പറയുന്ന ട്രംപും സൈക്കോയാ. ഈ പുടിൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് സൈക്കോ, അവൻ തിരിച്ചടിക്കും. ട്രംപ് എന്ന് പറഞ്ഞാൽ വയലന്റ് സൈക്കോ, അവൻ തിരിച്ചടിക്കത്തൊന്നുമില്ല, കിടന്ന് വേളം വയ്ക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ. അപ്പം ഇതിനകത്ത് ഈ 50% താരിഫ് ഇപ്പൊ ഇന്ന് നിലവിൽ വരുന്ന 20%, അതിനുശേഷമുള്ള 25% കൂടി ഏതാണ്ട് 27-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് വരും, ഇട്ടിരിക്കുകയാണ്. നമ്മൾ ചർച്ചയ്ക്ക് ചെയ്യലോ. പക്ഷെ ഇന്ത്യ യാതൊരു കാരണവശാലും ചർച്ചയ്ക്ക് പോകുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പോൾ ചർച്ചയ്ക്ക് പോയി അടിയറവ് വെച്ചാൽ ഒരു സാമന്ത രാജ്യത്തെ പോലെ ഇന്ത്യ അമേരിക്കയ്ക്ക് മുമ്പിൽ തലകുനിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ഒരുപക്ഷെ കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകും. ഈ പറയുന്നത് പോലെ നഷ്ടങ്ങൾ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. നമ്മളുടെ ഏറ്റവും കൂടുതൽ ഈ വ്യാപാരത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ കയറ്റുമതിക്കകത്ത് നമുക്ക് നഷ്ടങ്ങളുണ്ട്. വ്യാപാര കയറ്റുമതി ഇറക്കുമതിക്കകത്ത് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് കുറവും, നമ്മൾ കയറ്റുമതി ചെയ്യുന്നത് കൂടുതലുമാണ്. പക്ഷെ മറ്റു പല കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ മേഖല, ബാങ്കിങ് മേഖല, മറ്റ് സർവീസ് മേഖലയിലൊക്കെ കോടാനുകൂടി ഈ രൂപ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അത് ട്രംപ് അങ്ങ് മറന്നുപോയി, നമ്മൾ നേരത്തെ കാണിച്ചു കൊടുത്താണ്. അപ്പം അതിനകത്ത് ഒരുപക്ഷെ ഈ പറയുന്ന ഒരു ചെക്ക് ഇട്ടിട്ട് നിൽക്കുമോ നോക്കിയിട്ട് നോക്കാതെ വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ വീണ്ടും ഈ പറയുന്ന ട്രംപിന് സ്വയം ഇന്നൊരു കാര്യം പറയും, നാളെ വൈകിട്ട് വേറൊരു കാര്യം പറയും. അപ്പം അതേ രീതിയിലേക്കൊക്കെ വരുമോ എന്നുള്ളതായിരുന്നു. നമ്മൾ ആ സമയം കൊണ്ട് വീണ്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ ഈ തീരുവയുടെ കാര്യം ഇന്നലെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. മര്യാദകേടാണ് കാണിച്ചിരിക്കുന്നത്, ഈ ഭാഷയെല്ലാം ഉപയോഗിച്ചിരിക്കുന്നുള്ളൂ. കാരണം ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യ അതിനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തര അല്ലെങ്കിൽ മറ്റു രീതിയിൽ നയതന്ത്ര രീതിയിൽ ആലോചിക്കുമെന്ന് ഇന്നലെ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറയുന്നത് കിളി പോയി ട്രംപിന് എന്ന് പറയാം, കിരാന ഹിൽസിലെ അക്രമത്തോടുകൂടി. അതിനുശേഷം വന്ന ഒരു നീക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്
ഇപ്പം ഈ തിരിച്ചടിക്കുമെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയെ വിളിച്ചല്ല അതിനുശേഷം ഊണ് കൊടുത്തത് അസീം മുനീറിനെ വിളിച്ച. അസീം മുനീർ എന്ന് പറഞ്ഞാൽ കോട്ടിട്ട ഭീകരവാദി. അതായത് ഒരു രാജ്യത്തിന്റെ ഈ പട്ടാള മേധാവി എന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പൊ അയാളെ ഉപയോഗിച്ചാൽ മാത്രം ഇന്ത്യക്കകത്ത് അയാൾക്ക് ഇനി അവിടെ ഭരണം തിരിച്ചു പിടിക്കണമെങ്കിലും ഇന്ത്യക്കകത്തൊരു വിഷയം ഉണ്ടാകണം. ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്തിനെ തടയണമെങ്കിലും ഇന്ത്യക്കകത്തൊരു യുദ്ധം ഉണ്ടാകണം. അപ്പം സിന്ദൂർ നിർത്തിയിട്ടില്ല എന്ന് പറയുന്നതും അല്ലെങ്കിൽ സിന്ദൂർ തുടരുമെന്ന് പറയുന്നതും ഇന്നലെ പൂഞ്ചിൽ നടന്ന ഒരു ആക്രമണം, അല്ലെങ്കിൽ അത് അതിർത്തി എന്ന് പറയാനൊക്കത്തില്ല, LOC ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ആകുമ്പോൾ നമ്മൾ അതിർത്തി കടന്നു എന്ന് പറയാനൊക്കില്ല, അതുകൊണ്ട് ആ പട്ടാളം തിരിച്ചത് അതൊക്കെ ഒരു രണ്ടാമത്തെ ആക്രമണത്തിനുള്ള തുടക്കം തന്നെയാണ്. അപ്പം ഈ രീതിയിലേക്ക് നമ്മളുടെ കിരാന ഹിൽസിൽ ആക്രമണം ഒരുപക്ഷെ ട്രംപിനെ നമ്മളെ തകർക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ ശത്രുവായിട്ട് വർക്കായി ചൈനയ്ക്കപ്പുറം താരിഫ്, ചൈനയ്ക്ക് 30% ഉള്ളൂ, പാകിസ്ഥാന് 19%. പാകിസ്ഥാനിൽ ഇവിടുന്ന് ബോംബ് കയറ്റി വിടാനായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ഈ ഭീകരന്മാരെ കയറ്റി വിടാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ല വലുതായിട്ടുള്ള കയറ്റുമതിയൊന്നും ഇല്ലല്ലോ. ഇന്നലെ അവിടെ നടന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രത്തിൽ 5-6 പട്ടാളക്കാരെ വെടിവെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെയും സുരക്ഷിതമൊന്നും അല്ല, അവിടെയും പ്രശ്നങ്ങളാണ്. അമേരിക്കയിലെ കാര്യം ഞാനിപ്പോൾ. അപ്പൊ ഇതേ രീതിയിലേക്കുള്ളതാണ് കാര്യം. അതായത് ഈ വൈരാഗ്യത്തിന് പിറകിൽ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാനകത്ത് ഇന്ത്യ നടത്തിയ ആക്രമണമാണ്. ആ ആക്രമണത്തിന് വീണ്ടും ഒരു തിരിച്ചടി പാകിസ്ഥാനിൽ കൂടി തരാൻ വേണ്ടി തന്നെ ട്രംപ് ശ്രമിക്കുന്നെന്ന് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നമുക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം IMF കൂടെ പൈസ കൊടുത്തത്, മറ്റ് പല രീതിയിലും കൊണ്ടുവന്ന് ചാപ്പാട് കൊടുക്കുന്നു, ഇറച്ചി മേടിച്ചു കൊടുക്കുന്നു, ചാരായം കൊടുക്കുന്നു ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും വരട്ടെ. ഇന്ത്യ മുട്ടുമടക്കി കൊടുക്കുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന അമേരിക്കയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഇപ്പൊ അമേരിക്കക്കെതിരെ നമ്മൾ അണിനിരത്തിയ രാജ്യങ്ങളുടെ ഒരു ആത്മവിശ്വാസം കെടുത്തുന്നതായിരിക്കും അത്തരത്തിലുള്ളൊരു നീക്കം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നുണ്ട്. വലിയ തീരുമാനങ്ങൾ ഉണ്ടാവും വിചാരിക്കും. കാരണം ഇത് ഒരു നിലനിൽപ്പിന്റെ വിഷയമാണ്. ഈ പറയുന്നത് പോലെ ബ്രിക്സിൽ കൂടിയും അല്ലെങ്കിൽ RIC ഈ കൂട്ടായ്മയിൽ കൂടിയും ഒക്കെ ഈ നാറ്റോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ സായിപ്പന്മാർക്കും ഈ അമേരിക്കയ്ക്കും ഒക്കെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഒക്കെ വലിയ തിരിച്ചടി കൊടുക്കാൻ സാധിക്കും. ശക്തമായ ഒരു നിലപാടുമായിട്ടാണ് ഇന്ത്യ നിൽക്കുന്നത്. അതിന് വളരെ പിന്തുണ ഏറി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഏഷ്യൻ രാജ്യങ്ങളിൽ അമേരിക്ക ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ ലഭിച്ചിരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ലോകമൊട്ടാകെ അമേരിക്കയ്ക്കുൾപ്പെടെ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് മനസ്സിലായത്. അതിനുള്ള അമേരിക്കയുടെ ഒരു തിരിച്ചടിയാണോ, അല്ലെങ്കിൽ പാകിസ്ഥാന് മേൽ ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് അമേരിക്ക നൽകുന്ന മറുപടിയാണോ ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് എന്നതടക്കമുള്ള ചർച്ചകൾ സജീവമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.